ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവനെ തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതം അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി പല ആളുകളുമായി പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നവരാണ് നമ്മൾ. അത്തരം ഇടപാടുകളിലെ പ്രധാനപ്പെട്ട ഒരു ഇടപാടാണ് കടമിടപാട് എന്നുള്ളത്. ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ട് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടപാടാണ് കടമിടപാട്. പലപ്പോഴും ഇത്തരത്തിലുള്ള കടമിടപാടുകളുടെ യഥാർത്ഥ കർമ്മശാസ്ത്രം അറിയാത്തത് കൊണ്ട് തന്നെ പല ആളുകളും പല അബദ്ധങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ ചെന്ന് ചാടുന്നു എന്നുള്ളത് ഇന്നത്തെ പല വാർത്തകളും നമ്മെ തേടിയെത്തുമ്പോൾ വിശ്വാസികളെന്ന് പറയപ്പെടുന്ന ആളുകൾക്കിടയിലുള്ള പല പ്രശ്നങ്ങൾ അത് നമ്മുടെ അടുക്കലേക്ക് എത്തുമ്പോൾ അതെല്ലാം ഈ ഒരു വിഷയത്തിലുള്ള മര്യാദകളും ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായി നമ്മൾ പഠിക്കേണ്ട ചില വിഷയങ്ങളിലെ കുറവുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം അറിവുകൾ നമ്മിൽ ഇല്ലാതിരുന്നാൽ ഒരു വേള ഈ ഇടപാടുകളെല്ലാം അത് നാളെ പരലോകത്ത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ഒരു വിലങ്ങുതടിയായി മാറാൻ വളരെയധികം സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു വേള മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഒരു കടമിടപാട് എന്ന് പറഞ്ഞാൽ അതൊരു 2 ദിർഹമിൻ്റെയും ഒരു 2 രൂപയാണെങ്കിലും 2 ലക്ഷം രൂപയാണെങ്കിലും അതൊരു ഇടപാട് എന്നുള്ളത് സ്വർഗത്തിലേക്ക് വിലങ്ങുതടി തന്നെയാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തേത് മനസ്സിലാക്കേണ്ട ആളുകൾ അത് കടം മേടിക്കുന്ന ആളുകളാണ്. കടം മേടിക്കുന്ന ആളുകൾ പൊതുവെ ഇന്ന് സമൂഹത്തിൽ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനുമെല്ലാം ആളുകൾ മേടിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ദുനിയാവിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പല ആളുകളും കടമിടപാട് നടത്തുമ്പോൾ തൻ്റെ പരലോകത്തെ പല സ്വപ്നങ്ങളും അവിടെ വീണുടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ കടമിടപാടിൽ മേടിക്കുന്ന സന്ദർഭത്തിൽ ആ കടം മേടിക്കുന്ന ആളുകൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കടം മേടിക്കുക എന്നുള്ളതിനെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത്രയും ഗൗരവമാണ്. കടം മേടിക്കുക എന്നുള്ളത് അത്രയും അത്യാവശ്യമുള്ള ഘട്ടത്തിൽ അവിടെ മാത്രമേ കടം മേടിക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു സമ്പത്തില്ല എങ്കിൽ, കടം മേടിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ ജീവിതം അത്രയും ദുരിതമായിരിക്കും, ഒരുപക്ഷെ മരണമായിരിക്കും എൻ്റെ മുന്നിൽ എന്നുള്ളൊരവസ്ഥയിലാണെങ്കിലാണ് അയാൾക്ക് കടം മേടിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നത്. ഇസ്ലാമിക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന പല വാക്കുകളും ആ കടത്തിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നതായി കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നൊരു വാക്ക് കാണാം, മൻ ഫാറഖ റൂഹു ജസദുഹു വഹുവ ബരീഉം മിൻ സലാസ്. 3 കാര്യത്തിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ഒരാൾ അയാളുടെ റൂഹി ലോകത്ത് നിന്നും വിട പറഞ്ഞാൽ, അഥവാ മരണസമയത്ത് അയാളിൽ ഈ 3 കാര്യങ്ങൾ ഇല്ലാതിരുന്നാൽ വജബത് ലഹു അൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധം. അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായും സ്വർഗം നൽകും. ഏതാണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമത്തേത് അൽ കിബ്റു, അഹങ്കാരമില്ലാതിരിക്കുക. അഹങ്കാരമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. രണ്ടാമത്തേത് പറഞ്ഞത് അദ്ദൈനു, കടമാണ്.
കടമില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗത്തിലേക്കുള്ള അയാളുടെ പാത എളുപ്പമാക്കുമെന്നാണ്. മൂന്നാമത്തേത് അൽ ഉലൂൽ, മറ്റുള്ള ആളുകളിൽ നിന്ന് അപഹരിച്ചെടുത്ത വസ്തുക്കൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ അയാളിലുണ്ടോ, അയാൾ ആ നാളെ പരലോകത്തേക്ക് പോകുമ്പോൾ അയാളുടെ പാത അത് അല്പം കുടുസായിരിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അതിനെപ്പറ്റി അയാളോട് ചോദ്യം ചെയ്യുമെന്നാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ, ഒരു വിശ്വാസിയുടെ ശരീരം അത് ബന്ധിക്കപ്പെട്ടതാണ് എന്നാണ്. ഏതുമായിട്ടാണ്? ബിദൈനിഹി, അദ്ദേഹത്തിന്റെ കടവുമായി ബന്ധപ്പെട്ട് അത് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ യുഖ്ദാ അൻഹു, അത് വീട്ടണം, വീട്ടുന്നത് വരെ അത് ബന്ധിക്കപ്പെട്ടിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോഴും ഒരു സഹാബി അത് ഏറ്റെടുത്തു. ആ സഹാബിയോട് പ്രവാചകൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കടം വീട്ടിയോ, അദ്ദേഹത്തിന്റെ കടം വീട്ടിയോ, അദ്ദേഹത്തിന്റെ കടം വീട്ടിയോ? മൂന്നാമത്തെ തവണയും ചോദിച്ചപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞ് ആ നരകത്തിയിൽ നിന്നും അയാൾ മോചിതനായത് ഇപ്പോഴാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വാസിയാകട്ടെ അത് അവിശ്വാസിയാകട്ടെ ആ ഒരു നരകശിക്ഷയിൽ നിന്ന് ആ കടബാധ്യത അയാളെ ബന്ധിക്കപ്പെട്ടിരിക്കുമെന്നാണ്. മാത്രമല്ല സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു മയ്യത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഇരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് തന്റെ മുഖം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. പ്രവാചകന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഒറ്റുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. മാദാ നസല മിനത് തസ്ദീദ്, എന്തൊരു ശക്തമായ കാര്യമാണ് ആകാശത്ത് നിന്ന് ഇറക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പറഞ്ഞ സന്ദർഭത്തിൽ സഹാബാക്കൾ മിണ്ടാതെ ഇരുന്നു. അവർ പ്രവാചകൻ പറയുന്നത് മിണ്ടാതെ ഇരുന്ന് കേൾക്കുകയാണ്. ആ സമയത്ത് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കളല്ലേ ശക്തമായ എന്തോ ഇറക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്, എന്താണ് പ്രവാചകരെ അത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യനതാ ജിഹാദിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹം ആ ജിഹാദിൽ വധിക്കപ്പെട്ടു, പരലോകത്തെത്തി. അദ്ദേഹത്തെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിപ്പിച്ച് ആ ജിഹാദിനുള്ള അവസരം നൽകുകയാണ്. അവിടെയും അയാൾ വധിക്കപ്പെട്ടു. മൂന്നാമതും അയാൾക്ക് അവസരം നൽകി. അങ്ങനെ അവിടെയും ജിഹാദിൽ അയാൾ വധിക്കപ്പെടുകയാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തടയപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്താണ് കാരണം? അദ്ദേഹത്തിന്റെ മേൽ കടബാധ്യതയുണ്ട്. കടബാധ്യതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കർമ്മം, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് എന്താ? ഏറ്റവും വലിയ കർമ്മത്തിൽപ്പെട്ടതാണ് ജിഹാദുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യാം. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന്റെ പ്രതിഫലം എണ്ണിയപ്പോൾ ഒരു ഹദീസിൽ തന്നെ 6ഓളം പ്രതിഫലം. അദ്ദേഹത്തിന് ഖബർ ശിക്ഷയില്ല എന്നാണ്. അദ്ദേഹത്തിന് അദ്ദേഹം നരകത്തിന് ഹറാമാണ്. സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ സീറ്റ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുമെന്നാണ്. നാളെ പരലോകത്ത് അദ്ദേഹത്തിന് ഒരു കിരീടം, അതൊരു വജ്രത്തിന്റെ കിരീടം അദ്ദേഹത്തിന് അണിയിക്കപ്പെടുമെന്നാണ്. അങ്ങനെ 6ഓളം പ്രത്യേകത ഈ ജിഹാദ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ട് എന്നാണ്. ആ വ്യക്തി പോലും നാളെ പരലോകത്ത് തടയപ്പെടും അയാളിൽ കടബാധ്യതയുണ്ടെങ്കിൽ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ കടം മേടിക്കുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും അത് അത്യാവശ്യത്തിനല്ലാതെ മേടിക്കാതിരിക്കുക. അത്രയും അത്യാവശ്യം കുടുങ്ങിയ കല്ലിക്കല്ലാതെ ഒരിക്കലും അത് മേടിക്കുന്നൊരവസ്ഥ നമ്മിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും ഈ കടം കൊടുത്ത ആളുകൾ, കടം കൊടുക്കുന്ന ആളുകൾ, അവരാണ് വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ. ഇസ്ലാമിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കടം കൊടുത്തു. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്ന കാര്യം കാണാം. പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കും, ഞാൻ ഇന്ന ആളുകൾക്ക് പണം കടം കൊടുത്തിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? പണ്ഡിതന്മാർ എന്താ പറയാറിയോ? നിങ്ങളെ കടം അത് കൊടുത്തിട്ട് ഒഴിവാക്കി, ആ കടം കിട്ടൂല എന്ന് കരുതിക്കോളി. ഇനി അത്രയും നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ കടം എത്രയാണോ അദ്ദേഹത്തിന് സമയം നീട്ടിക്കൊടുക്കാൻ പറ്റുക അത്രയും നീട്ടിക്കൊടുത്തോളുന്നവർ. അതാണ് കടത്തിന്റെ അടിസ്ഥാന ബേസ്. നമ്മളാൽ സാധിക്കുന്ന കടം അത് അയാൾക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ പിന്നെ അയാളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അയാളെ പിന്നാലെ നടന്നിങ്ങനെ ചോദിച്ച് അയാളെ പ്രയാസപ്പെടുത്തുന്നൊരവസ്ഥ. ആ സഹോദരൻ പറയും, ഇദ്ദേഹത്തിൽ നിന്ന് കടം മേടിക്കേണ്ടിയിരുന്നില്ല എന്ന തരത്തിൽ അയാളെ പ്രയാസപ്പെടുത്തുന്നൊരവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്.
പല ആളുകളും പ്രയാസപ്പെടുത്തി, അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി, അദ്ദേഹത്തിന്റെ മക്കളെ പ്രയാസപ്പെടുത്തി, കുടുംബത്തെ മുഴുവൻ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ, ഭീഷണിപ്പെടുത്തുക. സഹോദരൻ, ഇതൊന്നും ഒരിക്കലും പാടില്ല. പല ആളുകളും ഇതിന്റെ മര്യാദകൾ പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, കടം ആ സമ്പത്ത് നമ്മളതാണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയും, ആർക്കാണ് കൊടുക്കേണ്ടത് അത് നല്ലോണം ശ്രദ്ധിക്കണം. വിശ്വാസികൾക്ക് കൊടുക്കണം. തിരിച്ചു കിട്ടണം നിങ്ങൾക്ക് നിർബന്ധമുണ്ട് എങ്കിൽ അത് തിരിച്ചു ലഭിക്കുമെന്നുള്ള ആളുകൾക്ക് മാത്രം കൊടുക്കുക. അതാണ് കടം. നമ്മൾ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു തരുമെന്ന് ഉറപ്പുള്ള ആളുകൾക്കാണ് അത് നൽകേണ്ടത്. അല്ലാത്ത ആളുകൾക്ക് അത് നൽകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം, നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾ വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കടം ചോദിക്കുകയാണെങ്കിൽ അയാൾ തരും എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പറയാം, നിന്റെ അടുക്കൽ നിനക്ക് കടം തരാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അഥവാ നിനക്ക് കടം തരാൻ വേണ്ടി എൻ്റെ അടുക്കൽ പൈസ ഇല്ല. എൻ്റെ അടുക്കൽ പൈസ ഇല്ല എന്നല്ല, നിനക്ക് കടം തരാൻ വേണ്ടി എൻ്റെ അടുക്കൽ പൈസ ഇല്ല എന്ന തരത്തിൽ പറയാമെന്നാണ്. അതുകൊണ്ടൊരു പ്രശ്നവുമില്ല. പക്ഷേ ആ കടം കൊടുത്തിട്ട് പിന്നെ അയാളെ പ്രയാസപ്പെടുത്തുന്ന, അയാളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. പലപ്പോഴും സഹാബി അദ്ദേഹത്തിന്റെ കടം കിട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ കടം നൽകിയ ആളുടെ വീട്ടിലേക്ക് പോയി. അയാൾ ഈ സഹാബി വരുന്നത് കണ്ട് അയാൾ വീട്ടിലേക്ക് കയറി ഒളിച്ചിരുന്നു എന്നാണ്. അവസാനം ഇദ്ദേഹം തന്റെ വീട്ടിൽ പോയി അവിടെ വെച്ച് ആ സ്വഹാബിയെ അന്വേഷിക്കുകയും അദ്ദേഹം വീട്ടിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇദ്ദേഹത്തോട് എൻ്റെ കയ്യിൽ സമ്പത്തില്ല എന്നെല്ലാം പറഞ്ഞു എന്ന. അങ്ങനെ ഈ സഹാബിയോട് അള്ളാഹു സത്യം, അള്ളാഹുവാണെ സത്യമെന്ന് അദ്ദേഹത്തോട് സത്യം വെപ്പിച്ച അവസാനം ഇദ്ദേഹത്തിന് അത് ഒഴിവാക്കി കൊടുക്കുകയാണ് ഉണ്ടായത് എന്നാണ്. സഹോദരങ്ങളെ, കടം കൊടുത്താൽ അത് ഒരുപക്ഷെ നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കണം. അതല്ല എങ്കിൽ അയാൾക്ക് എന്നാണോ തരാൻ സാധിക്കുന്നത് അത്രയും ദിവസം നമ്മൾ നീട്ടിക്കൊടുക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം എന്നാണ്. ഇന്ന് പലപ്പോഴും പല ആളുകൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അയാളിൽ നിന്ന് നമ്മളൊരു കാര്യം അയാൾക്ക് കടം കൊടുത്താൽ പിന്നീട് അയാളിൽ നിന്നുള്ള പല ഉപകാരങ്ങൾ നമ്മൾ എടുക്കുക. ഏതായാലും ഞാൻ 1 ലക്ഷം തന്നതല്ലേ, നിന്റെ വീട്ടിലെ കാറൊന്ന് തായോ, ഞാൻ ഒരു സ്ഥലം വരെ പോയി വരാം, നിന്റെ വണ്ടി ഒന്ന് ബൈക്കൊന്ന് തായോ, എനിക്ക് ഇന്ന സ്ഥലം വരെ ഒന്ന് പോകാനുണ്ട്. നമ്മൾ കടം കൊടുത്ത കാരണത്താൽ അയാളിൽ നിന്നൊരു ഉപകാരം സ്വീകരിച്ചാൽ അത് പലിശയാണ്. പല ആളുകളും കരുതിയിട്ടുള്ളത് പലിശ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോയിട്ട് എടുക്കുന്നത് പലിശ എന്നാണ്. അത് മാത്രമല്ല പലിശ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഖർദിൻ ജറ നഫ്അൻ ഫഹുരിബ. ഒരാളൊരു കടം കൊടുത്തിട്ട് അതിൽ നിന്ന് അയാളിൽ നിന്ന് ഒരു ഉപകാരം സ്വീകരിച്ചാൽ അത് പലിശയാണ് എന്നാണ്. സഹാബാക്കളൊക്കെ അസറുകൾ കാണാം. സ്വഹാബാക്കൾ ആരിൽ നിന്നെങ്കിലും ഒരു കടം മേടിച്ചാൽ ആ കടം മേടിച്ച് അദ്ദേഹം ഉച്ചക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വെയിലിന് വേണ്ടി, ഒരു വെയിലിൽ നിന്ന് തണൽ ലഭിക്കാൻ വേണ്ടി കയറി നിൽക്കാൻ ഈ കടം മേടിച്ച വ്യക്തിയുടെ വീടിന്റെ തണലാണെങ്കിൽ പോലും അവിടെ കയറി നിൽക്കുന്നതാണ്. അവർക്ക് പേടിയാണ്. ഈ ഉപകാരമെടുക്കൽ അതിൽ പെടുമോ എന്നുള്ള, പലിശയാകുമോ എന്നുള്ള പേടി സഹാബാക്കൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ തണലിൽ പോലും അവർ കയറി നിൽക്കൂല, അവരടുത്ത വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി നിൽക്കുന്നതാണ്. ഉസൈമീൻ റഹിമഹുല്ലാ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മുദീർ അദ്ദേഹത്തിൽ നിന്നൊരു സംഖ്യ കടം മേടിച്ചു. റിയാദിലേക്ക് പോകാനാണ് അദ്ദേഹം കടം മേടിച്ചത്. അങ്ങനെ കടം മേടിച്ച് ഇദ്ദേഹം യാത്രക്ക് പോകാൻ തയ്യാറായി. അപ്പോഴാണ് ഉസൈമീൻ റഹിമഹുല്ല പറയുന്നത്, എനിക്കും റിയാദിലേക്ക് പോകാനുള്ള ആവശ്യമുണ്ട്, ഞാനും താങ്കളുടെ കൂടെ കാറിൽ വരും. അങ്ങനെ കാറ് റിയാദിലെത്തി പൈസ കൊടുക്കാൻ വേണ്ടി ഈ ഇദ്ദേഹത്തിന്റെ മുദീർ, അദ്ദേഹം മുഴുവൻ പൈസ കൊടുക്കാൻ, ഞാൻ എല്ലാ പൈസയും കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഉസൈമീൻ റഹിമഹുല്ല സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? ആ സമ്പത്തെങ്ങാനും ഈ ഉപകാരം എടുക്കലിന്റെ ഭാഗമായിക്കൊണ്ട്, അഥവാ ഇദ്ദേഹത്തിന് കടം കൊടുത്തിട്ടുണ്ട്. ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞത്, ഞാൻ താങ്കൾക്ക് കടം തന്നിട്ടുണ്ട്, ഇല്ല എങ്കിൽ താങ്കൾ കൊടുക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ താങ്കൾ കടം കൊടുത്തത് കൊണ്ട്, ഞാൻ താങ്കൾക്ക് കടം തന്നതുകൊണ്ട് താങ്കളിൽ നിന്ന് ഈ ഉപകാരം ഞാൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല, ഞാൻ അതിന്റെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പണം കൊടുത്തു എന്നാണ്. ഇതാണ് സൂക്ഷ്മത. ഒരു കടം കൊടുത്താൽ അദ്ദേഹത്തിൽ നിന്ന് ഉപകാരമെടുക്കൽ അത് പലിശയാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാളെ കടം കൊടുത്തതിന്റെ പേരിൽ പരമാവധി പിഴിഞ്ഞെടുക്കുക, അതല്ല, അത് ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ടതല്ല, അത് പലിശയാണ്, ഹറാമാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി മാത്രമല്ല, ഒരാൾ പലിശ, ഈ കടത്തിൽ അയാൾ കടം കൊണ്ട് വലഞ്ഞു അയാളെ സഹായിക്കുക എന്നുള്ളത് അത്രയും വമ്പിച്ച കൂലിയാണ്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ മനഹ മനീഹത ലബനിൻ ഔ വറഖിൻ ഔ ഹദാരിസ് റിഖാഖൻ കാന ലഹു മിത്ല ഉത്ഖി റഖബത്തിൻ. ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം ഉണ്ടെന്നാണ്. ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം എത്രയാണോ ആ പ്രതിഫലം ആർക്കുണ്ട്?
ഒരു കടം കൊണ്ട് വലഞ്ഞ വ്യക്തിയെ സഹായിച്ചാൽ അയാൾക്ക് അടിമയെ മോചിപ്പിച്ച പ്രതിഫലമുണ്ട്. എന്താ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരടിമയെ ഒരാൾ മോചിപ്പിച്ചാൽ അയാളുടെ ഓരോ അവയവങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരെ പ്രയാസപ്പെടുത്തല്ല, ഒരിക്കൽ അളവ് കൊടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ സൂചിപ്പിച്ചതായി കാണാം, നിങ്ങൾ ഒരാൾക്ക് കടം കൊടുത്തു. അങ്ങനെ ആ കടം കൊടുത്ത വ്യക്തിക്ക് അയാൾക്ക് ആ സമയമായിട്ടും അത് വീട്ടാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളത് നീട്ടിക്കൊടുത്താൽ, എത്രയാണോ സമ്പത്ത് നിങ്ങൾ കൊടുത്ത് ആ നീട്ടിക്കൊടുത്ത ദിവസത്തിന്റെ ഓരോ ദിവസത്തിനും നിങ്ങൾ കടം കൊടുത്തതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ 1000 രൂപ ഒരു മാസത്തിന്റെ കാലാവധിയിൽ ഒരാൾക്ക് കടം കൊടുത്തു. അയാൾക്ക് ഒരു മാസമായപ്പോഴും അത് തിരിച്ചടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു മാസം കൂടി കൊടുത്താൽ ആ ഓരോ മാസത്തിലെ 30 ദിവസവും ഓരോ ദിവസം 1000 രൂപ കടം കൊടുത്ത്, അഥവാ 30,000 രൂപ കടം കൊടുത്തതിന്റെ പ്രതിഫലം ഇയാൾക്കുണ്ട് എന്നാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ പഠിപ്പിച്ചത്? ഒരാളെ കടം കൊടുത്ത അയാളെ പ്രയാസപ്പെടുത്താനല്ല, അയാൾക്ക് ലഘൂകരണം കൊടുക്കാനാണ്. അയാളെ പരമാവധി എന്ത് ചെയ്യണം? അയാളെ ചൂഷണം ചെയ്യുകയല്ല, അയാൾക്ക് എളുപ്പം കൊടുക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കടം കൊണ്ടുവരുന്ന ആളുകളെ ഒരിക്കലും അതിന്റെ പേരിൽ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്നാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വഇൻ കാന ദു ഉസ്റത്തിൻ ഫനദറത്തുൻ ഇലാ മൈസറത്തിൻ വഅൻ തസദ്ദഖു ഖൈറൻ ലക്കും. നിങ്ങളോട് ഒരാൾ വന്നുകൊണ്ട് ആ കടം അതിന് നീട്ടിത്തരാൻ ഒരാളെ ചോദിച്ചാൽ ആ കട ഒരുപക്ഷെ നിങ്ങൾ നീട്ടിക്കൊടുക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ആൾക്ക് വിട്ടുകൊടുക്കാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, കടം കൊടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ അയാൾക്ക് പരമാവധി ലഘൂകരണം കൊടുക്കുക. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ സാധുക്കളല്ലാതെ കടം ചോദിച്ചു വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? പരമാവധി വിട്ടുകൊടുക്കുക. ഇനി അതല്ലാത്ത ചില ആളുകൾ, നമ്മെ മുതലെടുക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. ഒരു വിശ്വാസം ഒരിക്കലും ഒരു മാളത്തിൽ നിന്ന് 2 തവണ കൊത്തുകൊള്ളൂരാന്നാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, ഈ ആള് പൈസ കടം കൊടുത്താൽ തിരിച്ചു തരില്ല എന്ന് മനസ്സിലാക്കിയാൽ അയാൾക്ക് കൊടുക്കരുത്. അതിന്റെ നിലപാട് കൊടുക്കരുത്. ആ ആളുകൾക്ക് കൊടുക്കാതിരിക്കുക തന്നെ വേണ്ടേ. അയാൾ പിന്നെയും ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സമ്പത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്, എല്ലാ വസ്തുക്കളും കടം കൊടുക്കാൻ പറ്റൂല. എല്ലാ വസ്തുക്കളും നമ്മൾ എന്ത് കിട്ടിയാലും അത് കടം കൊടുക്കാൻ എന്നുള്ള പറ്റൂല. അതിൽ പ്രത്യേകിച്ച് കടം കൊടുക്കാൻ പറ്റാത്ത 2 വസ്തുക്കളാണ് സ്വർണവും വെള്ളിയും. നമ്മൾ ഈ സ്വർണ്ണ ജ്വല്ലറിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ സ്വർണവും വെള്ളിയൊക്കെ എന്ത് ചെയ്യും? കടം കൊടുക്കുന്ന പരിപാടിയുണ്ട്. പ്രത്യേകിച്ച് കല്യാണമായാൽ, കല്യാണത്തിന് സ്വർണം എന്നുള്ളത് പ്രത്യേകിച്ച് സ്ത്രീധനം, അത് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ്. എന്നാലും ആ സമയമായാൽ സ്വർണം എടുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയെല്ലാം പ്രത്യേകിച്ച് ആളുകൾ തൻ്റെ സ്വന്തക്കാരായ ആളുകളുടെ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? 10 പവനും 1000 പവനൊക്കെ പോയിട്ട് അവിടുന്ന് പവൻ ഇത്ര സ്വർണ്ണം എടുക്കും. ആ സ്വർണം തിരിച്ചു പോരുമ്പോൾ ബില്ലടക്കാൻ നേരത്ത് പറയും, പിന്നെ പൈസ 2 ദിവസം കഴിഞ്ഞിട്ട് തരട്ടോ, പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദഹബു ബിദ്ദഹബ്, സ്വർണം, അതുപോലെ തന്നെ വൽ ഫിദ്ദതു വൽ ഫിദ്ദ, അതുപോലെ വെള്ളിയും ഇതെല്ലാം കച്ചവടം നടക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, മിത്ലം ബിമിത്ലിൻ, അത് തുല്യമായി കൊണ്ട് നൽകണം. യദം ബിയദിൻ, അപ്പൊ തന്നെ റൊക്കമായിട്ട് കൊടുക്കണം. എന്താണോ പൈസ അവിടെ സ്വർണം മേടിച്ചിട്ടുള്ളത് അത്രയും പൈസ അപ്പം തന്നെ എന്ത് ചെയ്യണം? അവിടെ കൊടുക്കണം. അതൊരു ഉറുപ്പ്യാണെങ്കിലും 10,000 ഉറുപ്പ്യാണെങ്കിലും അതവിടെ കടാണ്. അവിടെ പിന്നെ അടുത്തൊരു ദിവസം തരാന്ന് പറഞ്ഞാൽ അത് കടമാണ്. ആ സ്വർണത്തിന്റെ വിഷയത്തിൽ യദം ബിയദിൻ, അതതിന്റെ ഷർത്താണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിഷയത്തിൽ കച്ചവടം നടത്തുമ്പോൾ അത് പ്രത്യേകം പറയണം, നമ്മൾ അവിടെ കടം ചെയ്യാൻ പാടില്ല. കടം പറഞ്ഞുകൊണ്ട് ഒരു കച്ചവടം ചെയ്യൽ അത് അനുവദിക്കപ്പെട്ടതല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മാത്രമല്ല, ചില ആൾക്കാർ ഗൾഫിലൊക്കെ പോയി, ഇപ്പോൾ ഒമ്പരക്കോ ഹജ്ജിനൊക്കെ പോയി തിരിച്ചു വന്നാലേ കയ്യിൽ കുറേ പൈസ ഉണ്ടാകും, അഥവാ ദിർഹമും ദീനാറൊക്കെ ആയിട്ട് നോട്ടുകൾ ഉണ്ടാകും. അത് നാട്ടിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. അഥവാ രണ്ടും ഒരേ ഇനത്തിൽപ്പെട്ട, ഒന്ന് രൂപയാണ്, മറ്റൊന്ന് ദിർഹമോ അല്ലെങ്കിൽ ദീനാറുകളാണ്. ഇതിനെ എക്സ്ചേഞ്ച് ചെയ്യണം. അവിടെയും ഇതേ ഷർത്ത് പാലിക്കണം. യദം ബിയദിൻ, കൊടുക്കണം. എത്രയാണോ നമ്മൾ അവിടെയുള്ള ഒരു 2000 ദിർഹമാണെങ്കിൽ അതിനുള്ള പൈസ നാട്ടിലുള്ള ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ അതിന്റെ രൂപ സ്വീകരിക്കണം. അത് 2 ദിവസം കഴിഞ്ഞാൽ വില കൂടും, അപ്പൊ അതിന്റെ പൈസ എടുത്ത് തരാൻ പാടില്ല. അത് പലിശയാണ്, സ്വീകരിക്കാൻ പാടില്ല. അത് പലിശയായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഈ വിഷയങ്ങളൊക്കെ പണം എക്സ്ചേഞ്ച് ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വല്ല ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് പലിശയുടെ ഇനത്തിലേക്കാണ് നമ്മൾ എണ്ണപ്പെടുക എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. പല കച്ചവടം ഹോൾസെയിലൊക്കെ എടുക്കുന്ന സമയത്ത് ആദ്യമായിക്കൊണ്ട് തന്നെ അഡ്വാൻസ് പേയ്മെന്റ്,
അഡ്വാൻസ് പേയ്മെന്റ് ആദ്യമായിക്കൊണ്ട് എല്ലാ പൈസയും കൊടുത്താൽ പിന്നെ ഇയാൾക്ക് പ്രത്യേക ഒരു പരിഗണന, അയാൾക്ക് ഇന്ന ചില ഓഫറുകൾ ഉണ്ടാവും, അയാൾക്ക് മറ്റേ ചില വാടക കൊടുക്കേണ്ടി വരില്ല. അങ്ങനെ ചില അതിൻ്റെ ഉപകാരങ്ങൾ സ്വീകരിച്ചാൽ അതും പലിശയാണ്. എല്ലാവർക്കും ഒരേപോലെ കിട്ടണം. അയാൾ എത്രയാണോ പണം കൊടുത്ത് അതിനുള്ള ഉപകാരമേ കിട്ടാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്കൊരു ഉപകാരം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇന്ന് പല ആളുകൾ ഈ പണയം കൊടുക്കൽ, അതുപോലെ തന്നെ ഈ വീടൊക്കെ വാടക കൊടുക്കുമ്പോൾ ആദ്യമായിക്കൊണ്ട് കുറച്ച് അഡ്വാൻസ് മേടിക്കും. ഒരു 30,000 റുപ്യ അല്ലെങ്കിൽ 1,00,000 റുപ്യ അഡ്വാൻസ് വേണം, പിന്നെ വാടക ഇങ്ങനെ കൊടുക്കുക. ഈ പണം ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. അത് എങ്ങനെ തന്നോ അങ്ങനെ സൂക്ഷിക്കണം. അത് ഉപയോഗിക്കൽ അത് യഥാർത്ഥത്തിൽ അയാളുടെ പണമല്ല, അത് ഈ കൊടുത്ത ആളുടെ വാടകക്കാരൻ്റെ പണമാണ്. ആ പണം അത് കടത്തിലാണ് യഥാർത്ഥത്തിൽ, അത് ഒരു പണയം പോലെ അവിടെ വെച്ചിട്ടാണ്. ആ പണയ വസ്തു ഉപയോഗിക്കാൻ പാടില്ല. ആ പണം ഉപയോഗിക്കൽ അത് റിബയാണ്, പലിശയായിക്കൊണ്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ വല്ലാത്തൊരു വിഷയമാണ്. ധാരാളം മസാലകൾ ഇതിൽ കടക്കുന്നുണ്ട്. കച്ചവടവുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ലോണം പഠിക്കണം എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കച്ചവടത്തിന് ആരെങ്കിലും വന്നാൽ ഖലീഫിനോട് അനുവാദം ചോദിക്കും. ഞാൻ എൻ്റെ കച്ചവടം ഇന്ന സ്ഥലത്ത് നടത്തുന്നുണ്ട്. അദ്ദേഹം ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? അതിൻ്റെ മസാല പഠിച്ചിട്ടുണ്ടോ? കർമ്മശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? എന്ന് പഠിച്ചു വാ. പഠിച്ചിട്ടില്ല എങ്കിൽ പഠിച്ചു വന്നിട്ടേ കച്ചവടം നടത്താൻ അനുവദിക്കുള്ളൂ. നമുക്കിന്ന് അങ്ങനൊന്നുമില്ല. ഏതെങ്കിലും കുറച്ച് പൈസയ്ക്ക് അപ്പം തന്നെ കച്ചവടമാണ്. യഥാർത്ഥത്തിൽ പാടില്ല. ഏതൊരു കാര്യവും അതിൻ്റെ അറിവ് വേണം. ഇൽമില്ലാതെ സംസാരിക്കാനോ അത് കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വളരെ വിശാലമായൊരു വിഷയമാണ്. നമ്മുടെ ഇത്തരത്തിലുള്ള കച്ചവടങ്ങളും കടങ്ങളുമായെല്ലാം ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാ മസാലകളും പഠിച്ചുകൊണ്ടായിരിക്കണം ഈ വിഷയങ്ങളിൽ ഇടപെടേണ്ടത്. ഇല്ല എങ്കിൽ അറിയാതെ തന്നെ പലിശയിലേക്കും അതുപോലുള്ള ഹറാമിലേക്കും എത്തിപ്പെടാൻ ഒരു വേള കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നന്നായി പഠിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കടമിടപാടുമായി ബന്ധപ്പെട്ട് രണ്ടാളുകൾ തമ്മിൽ ഇടപാടുകൾ നടത്തുമ്പോൾ അവിടെ രേഖകൾ വേണമെന്നാണ്. വാക്കാലുള്ള പറച്ചിൽ കൊണ്ട് അവിടെ കാര്യമല്ല, അവിടെ രേഖകൾ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, 2 നീതിമാന്മാരായ പുരുഷന്മാരെ വേണം. ഇനി 2 പുരുഷന്മാരെ ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരു പുരുഷന് തുല്യമായിക്കൊണ്ടുള്ള 2 സ്ത്രീകളെയും നിങ്ങൾക്ക് പകരം ആക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും, സത്യവിശ്വാസികളെ, നിങ്ങൾ കടമിടപാടുകൾ നടത്തുകയാണെങ്കിൽ ഇലാ അജലി മുസമ്മ, ഒരു അവധി വരെയുള്ള കടമിടപാടുകൾ നടത്തുകയാണെങ്കിൽ ഫക്തുബൂ, അത് എഴുതി വെക്കണം. എഴുതി വെക്കുക. ചില ആളുകൾ എന്ത് ചെയ്യും? അത് ചെറുതല്ലേ, അത് വലിയ കടക്കാണ് എഴുതി വെക്കേണ്ടത്. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ തുടർച്ചയായിക്കൊണ്ട് പറഞ്ഞു, വലാ തസ്അമു അൻ തക്തുബൂഹു സഗീറൻ ഔ കബീറൻ ഇലാ അജ്ലിഹി, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ അത് എഴുതി രേഖപ്പെടുത്തണം എന്നാണ്. ഇതൊക്കെ എന്താ പ്രശ്നം എന്നാണ് പല ആളുകൾ ചിന്തിക്കുക. ഇപ്പൊ ഈ കഴിഞ്ഞ അടുത്ത ദിവസം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത്, അദ്ദേഹത്തിന് തരാനുള്ള പല കടങ്ങളും ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി, അതാരും അറിയിച്ചിട്ടില്ല, കുടുംബത്തിൽ ഒരാൾക്കും അറിയില്ല, ഈ കടം തരാനുള്ള വ്യക്തിക്ക് മാത്രമേ അത് അറിയുള്ളൂ. ഇതെങ്ങനെ സഹോദരങ്ങളൊന്നും പറയാ? ഒരാൾ വന്ന് പറഞ്ഞു എനിക്ക് ഇത്ര 1 ലക്ഷം കടം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരതൊക്കെ സമ്മതിക്കുക? അതിനവർ കൃത്യമായ രേഖകൾ വേണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥാണ്. അല്ലാഹ് പറഞ്ഞൊരു കാര്യത്തിൽ അതിന് ഉപകാരമുണ്ട്, എല്ലാത്തിലും ഗുണമല്ലാതെ മറ്റൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അത് ഇങ്ങനെ ആയിരിക്കാം, അത് അങ്ങനെ ആയിരിക്കാം, അത് പണ്ഡിതന്മാർ പറയും. അതെന്താണോ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് അത് അതുപോലെ സ്വീകരിച്ചാൽ ഒരു പ്രയാസവും അവിടെ വരാനില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കടമിടപാടുകൾ അത് കൃത്യമായി രേഖകളായിക്കൊണ്ട് എഴുതി വെക്കണം എന്നാണ്. ഇനി മാത്രമല്ല, കടത്തിൻ്റെ മറ്റൊരു പ്രശ്നം പലപ്പോഴും വരാറുള്ളത് അനന്തര സ്വത്ത് വീതിക്കുമ്പോഴാണ്. ഒരാൾ പിതാവ് മരണപ്പെട്ടാൽ പിതാവിൻ്റെ പല സ്വത്തുക്കളും അത് അനന്തരമായിക്കൊണ്ട് വീതിക്കാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഇതെല്ലാം ആളുകൾ പൊതുവെ ചെയ്യാറുള്ളത് ആ സ്വത്തെല്ലാം വീതിച്ചു കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും പല ആളുകൾ വന്നിട്ട് ഉപ്പ ഇത്ര പൈസ തരാനുണ്ട് പറഞ്ഞാൽ മക്കളെല്ലാം കൈമാറത്തും. സഹോദരങ്ങൾ, അങ്ങനെയല്ല. ഒരാളുടെ അനന്തര സ്വത്തിൽ നിന്ന് ഈ കടവും വസിയത്തും എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കണം. അതിനുശേഷം എന്താണോ സ്വത്ത് ബാക്കിയിരിക്കുന്നത് ആ സ്വത്തേ ഈ അനന്തരാവകാശികൾക്കുള്ളൂ. അതല്ലാത്തൊരു സ്വത്തും അവർക്കില്ല എന്നാണ്. അതല്ലാത്ത സ്വത്ത് ഇവർ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹറാമിന്റെ പൈസയാണ്. ആ മനുഷ്യന്റെ പൈസയാണ് ചോദിച്ചു വന്ന വ്യക്തി എത്രയാണോ ആ സംഖ്യ എല്ലാ ആളുകളിൽ നിന്നും തുല്യമായി വീതിച്ചാൽ കൊടുക്കണം. അതുകൊണ്ടാണ് ആദ്യം തന്നെ പണ്ഡിതന്മാർ പറയും, അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ വസിയത്തുണ്ടോ നോക്കണം.
അയാൾ കടം ആയിക്കൊണ്ട് എന്തെങ്കിലും രേഖപ്പെടുത്തിണ്ടോ നോക്കണം. അയാളുടെ മയ്യത്തിന്റെ എന്തെല്ലാം ചെലവുകളുണ്ടോ അതിനുള്ള പണം ഇദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്ന് എടുക്കണം. ഇതെല്ലാം മാറ്റിവെച്ചിട്ടായിരിക്കണം ബാക്കിയുള്ള സ്വത്താണ് വീതം വെക്കേണ്ടത്. ഇതാണ് അനന്തര സ്വത്ത്. അങ്ങനെ വീതം വെക്കേണ്ടത്. അങ്ങനെ വീതം വെക്കാതെ ബാക്കിയുള്ള ആളുകളുടെ സ്വത്തെടുത്താൽ പലപ്പോഴും നമ്മൾ ഹറാമിന്റെ ആ ഒരു സമ്പത്താണ് നമ്മൾ ഭക്ഷിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കടത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് സക്കാത്തിന്റെ ആളുകളുടെ ലിസ്റ്റിൽ ഇങ്ങനെ എണ്ണുമ്പോൾ അതിലെന്തല്ലോ 8 ആളുകളുടെ ലിസ്റ്റിൽ ഒരാള് അത് കടക്കാരനാണ്. ആ കടക്കാരൻ അത് 2 രീതിയിൽ വരും. കടമുള്ള ആളുകൾക്ക് സക്കാത്തിൽ നിന്ന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു ചെറിയ സക്കാത്ത്, ചെറിയ കടമുള്ള ആളുകൾ എന്നല്ല, ഭാരിച്ചമായ അദ്ദേഹത്തിന് വീട്ടാൻ സാധിക്കാത്ത കടം, ആ രീതിയിലുള്ള കടങ്ങളൊക്കെ അത് സക്കാത്തിന്റെ അവകാശികൾക്കുള്ളതാണ്. ഒരാൾ വന്നിട്ട് ഇത്ര ബാധ്യതകളുണ്ട്, അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമിന് വേണ്ടിയിട്ടല്ല ആ കടം വന്നിട്ടുള്ളത്. അപ്പൊ 2 രീതിയിൽ എന്ത് ചെയ്യാൻ കടം വരാം. ഒന്ന്, അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ ചെലവഴിച്ചു, പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ അയാൾക്ക് ലാഭം കിട്ടിയില്ല എങ്കിൽ അയാൾക്ക് പള്ളിയിൽ പോയി, അവിടെയുള്ള സക്കാത്ത് കമ്മിറ്റിയിൽ പോയി, അവിടെ പോയി അയാളുടെ ആവശ്യത്തിനുള്ള സംഖ്യ അത് ചോദിച്ചു മേടിക്കാം, അത് അവകാശമാണ്. രണ്ടാമത്തെ രീതിയിൽ കടം, അയാൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, ഒരു സമൂഹത്തിലെ ഒരു മസ്ലഹത്തിന് വേണ്ടി, ഇപ്പൊ 2 ആളുകളിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അതിനിടയിൽ നിന്നുകൊണ്ട് ഇന്ന ആളുകളുടെ പ്രശ്നം ഞാൻ തീർക്കാം, ഒരു ഇടയാളനായി നിന്നുകൊണ്ട് എന്ത് ചെയ്തു, അത് സ്വീകരിച്ചു. അങ്ങനെയാണെങ്കിൽ അവസാനം അയാൾ കൊടുത്തില്ലെങ്കിൽ ഇയാൾ കൊടുക്കണം. ഈ വിഷയം ഇയാൾ കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ ഈ സമ്പത്തും അയാൾ സക്കാത്തിന് അർഹനായിക്കൊണ്ട് ഈ സക്കാത്ത് കമ്മിറ്റിയിൽ നിന്ന് കൊടുക്കാം എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, കടമായി ബന്ധപ്പെട്ട് മറ്റൊരു മസാല, പല ആളുകൾക്ക് കടം കൊടുക്കും, അതല്ലെങ്കിൽ സ്വതക്കയായിട്ട് കൊടുക്കും, എന്നിട്ട് പറയും എൻ്റെ സക്കാത്ത് വീടി. ഈ കടം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ സക്കാത്തായിട്ട് കൂട്ടിക്കോളി. സ്വതക്ക കൊടുക്കൽ, കടം കൊടുക്കൽ, ഇതൊന്നും സക്കാത്തായിട്ട് പരിഗണിക്കൂല. പലപ്പോഴും ആ കടത്തെ പണ്ഡിതന്മാർ പ്രത്യേകമായി വിഭജിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, കടം നമ്മൾ കൊടുക്കാനുള്ള കടമാണെങ്കിൽ നമുക്ക് ഉടനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള സമ്പത്ത് എന്താണോ അതിൻ്റെ സക്കാത്ത് കൊടുക്കുക. നമുക്ക് ഉടനൊന്നും കൊടുക്കാൻ അതിനൊരു ഉദ്ദേശമില്ല, ഇപ്പം നമ്മളെ കയ്യിലില്ല, പക്ഷേ സക്കാത്തിൻ്റെ ഒരു സമ്പത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ സക്കാത്തിന്റെ ആ ഒരു സമ്പത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ കടം മേടിച്ച സമ്പത്തും കൂടി അതിൽ കൂട്ടിക്കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ സക്കാത്ത് കൊടുക്കണം എന്നാണ്. ഇനി മാത്രമല്ല, കടം കിട്ട് കിട്ടാണ്ടാവുമല്ലോ, അതിൻ്റെ സക്കാത്ത് എന്താ ചെയ്യുക, കിട്ടാനുള്ള സക്കാത്താണെങ്കിൽ ഉടനെ അയാൾ എപ്പോൾ ചോദിച്ചാലും തരാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ആ സക്കാത്തും കൂടി ഇതിൽ കണക്കാക്കണം. ആ പൈസ ഇതിൽ കണക്കാക്കിയിട്ടാണ് അതിൻ്റെ സക്കാത്ത് കൂട്ടേണ്ടത്. എന്നാൽ അയാളിന്ന് ഇനിയിപ്പോൾ കിട്ടുന്ന വലിയ പ്രതീക്ഷ ഒന്നുമില്ല, അത് പോയ പോലെയാണ്. അയാൾ എന്ത് ചെയ്തിട്ട് ആകെ നഷ്ടത്തിലായിട്ടുണ്ട് എങ്കിൽ അത് നഷ്ടപ്പെട്ട പോലെ ആ പണം ഇതിൽ കൂട്ടേണ്ട ആവശ്യമില്ല എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, കടം എന്നുള്ള വിഷയം അതൊരു വിശാലമായ വിഷയമാണ്. പല വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ഇല്ല എങ്കിൽ, അത് പഠിക്കാതെയാണ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ പല വിഷയത്തിൽ ഹറാമുകൾ കടന്നു വരാൻ വളരെയധികം സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചുകൊണ്ടായിരിക്കണം ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ കൂടുതലായിക്കൊണ്ട് വിഷയങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين.